ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതി. പീഡനത്തിന് താൻ ഇരയായി എന്ന് കാണിച്ച് പാലക്കാട് സ്വദേശിനി പരാതി നൽകി. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് യുവതി ഇമെയിലായിട്ട് പരാതി നൽകിയത്. പരാതിക്ക് പിന്നാലെ വാർത്താസമ്മേളനം വിളിച്ച ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാർ തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പരാതിക്ക് പിന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരു അസുരവിത്താണെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സമരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ ആരോപണങ്ങളെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട നിമിഷം മുതൽ ഈ നിമിഷം വരെയുള്ള വാർത്തകൾ എന്തൊക്കെയാണ് ആന്റണി ജിസ് ജോർജ്? തീർച്ചയായും ഇന്ന് രാവിലെയാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് പാലക്കാട് സ്വദേശിനിയായ യുവതി പരാതി നൽകുന്നത്. അതായത് ഈ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി കൃഷ്ണകുമാർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് കാണിച്ചാണ് രാജീവ് ചന്ദ്രശേഖരന് പരാതി നൽകിയത്. ആ പരാതിയിൽ നടപടി ഉണ്ടാകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ആ യുവതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെയുള്ള നേതാക്കന്മാരോട് വി മുരളീധരൻ അടക്കമുള്ള നേതാക്കളോട് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. RSSന്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഗോവിന്ദൻ ആളോട് അടക്കം ഈ കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ നടപടി ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞതല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന് പരാതി നൽകുന്നത്. ഏതായാലും ഇന്ന് ആ പരാതി കിട്ടിയതായി രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ബംഗളൂരുവിലാണ് ഉള്ളത്. അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയെത്തിയ ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഈ യുവതിയെ ഈ പരാതിയുടെ മറുപടിയായി മെയിലിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് സി കൃഷ്ണകുമാർ. തൻ്റെ അടുത്ത ബന്ധുവാണ്. ഭാര്യയുടെ വീട്ടിലെ ഒരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. അത് 2023 ഉണ്ടായത്. ആ കേസിൽ തനിക്ക് അനുകൂലമായ വിധി അടക്കം വന്നിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് ഈ ഭൂമി തർക്കവും സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് സി കൃഷ്ണകുമാർ പറയുന്നത്. ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ ബി.ജെ.പിയിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യരാണ് എന്നുള്ള കാര്യവും കൂടി സി കൃഷ്ണകുമാർ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും സി കൃഷ്ണകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ആന്റണി ജിസ് ജോർജാണ് സി കൃഷ്ണകുമാറിനെതിരെ ഒരു യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.